സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 4. അരുൺ തോമസിനെ കണ്ട് ഇഷയുടെ മുഖം വിളറി വെളുത്തു. ദൈവമേ, പിടിക്കപ്പെട്ട് കഴിഞ്ഞു. സബിത ചേച്ചിയുടെ മുമ്പിൽ മുഖംമൂടി അഴിഞ്ഞു വീണു കഴിഞ്ഞു. സീതാദേവിയെപ്പോലെ ഈ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് അപ്രത്യക്ഷമാകാൻ കഴിഞ്ഞെങ്കിൽ. ശ്രുതി, അയാൾ ആരെയാണ് വിളിച്ചത്? സംശയത്തോടെ സബിത ചോദിച്ചു. എന്നെയാണ് ചേച്ചി. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. കാലുകൾ നീങ്ങിയില്ല. എങ്കിലും കഴിയുന്നത്ര വേഗത്തിൽ അവൾ അരുൺ തോമസിന്റെ അടുത്തേക്ക് ചെന്നു. ഹായ് അരുൺ, ഇറ്റ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ്. വീണ്ടും കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. സ്വാഭാവികത അഭിനയിച്ച് അവൾ പറഞ്ഞു. ഞാനും വിചാരിച്ചില്ല. 2-3 ദിവസത്തിനകം മടങ്ങിപ്പോകുമെന്നാണല്ലോ അന്ന് പറഞ്ഞത്. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞല്ലോ. അവൾ ചുമലിന് മീതെ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി. സബിത കൈനീട്ടി ഏതോ ബോഡി സ്പ്രേ എടുക്കുന്നു. ഇഷ എന്ന പേര് സബിത ചേച്ചി കേട്ടില്ലെങ്കിൽ, അഥവാ വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ രക്ഷപ്പെട്ടു. അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചതായി സബിത ചേച്ചിക്ക് തോന്നിയിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ, അതിൽ പെട്ടുപോയി ഞാൻ. എന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്ന് ഇപ്പോഴും അറിയില്ല. അവൾ പറഞ്ഞു. ആർ യു ട്രാപ്ഡ് ഇൻ സം കൈൻഡ് ഓഫ് ട്രബിൾ? ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. നോ, നോട്ട് ലൈക്ക് ദാറ്റ്. ചില പ്ലാനിങ്സ് അതേപടി നടന്നില്ല, അത്രയുള്ളൂ. നമ്പറില്ലാതെ പോയി. അല്ലെങ്കിൽ ഞാൻ അരുണിനെ വിളിച്ചേനെ. അവൾ വെറുതെ പറഞ്ഞു. ഇഷയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി കാണും എന്ന് വിചാരിച്ചാണ് വിളിക്കാഞ്ഞത്. അരുൺ തോമസുമായി അധികനേരം സംസാരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് അവൾക്ക് തോന്നി. ഇഷ എവിടെയാണ് താമസം? എന്റെ ഒരു കസിന്റെ വീട്ടിലാണ്. നമ്പറുണ്ടെന്നല്ലേ പറഞ്ഞത്? എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കുമോ? രക്ഷപ്പെടാനായി അവൾ ചോദിച്ചു. വിളിക്കാം, ഞാനും കുറച്ച് തിരക്കിലാണ്. ബൈ ബൈ, ടേക്ക് കെയർ. അരുൺ തിരിഞ്ഞു നടന്നു. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പക്ഷേ സബിത ചേച്ചി. അവൾ സബിതയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിലുണ്ടായിരുന്ന ആളാണ് അരുൺ തോമസ്. ഇവിടെ ആർക്കിടെക്റ്റാണ്. ചോദിക്കാതെ തന്നെ അവൾ സബിതയോട് പറഞ്ഞു. അയാൾ ശ്രുതിയെ വേറെന്തോ ആണ് വിളിച്ചതെന്ന് എനിക്ക് തോന്നി. ഇഷ ഒരു ചിരി വരുത്തി. ആയിഷ എന്നാണ് വിളിച്ചത്. പുള്ളിയുടെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ആയിഷ എന്നൊരു കുട്ടിയുണ്ടായിരുന്നത്രേ. അവളുടെ ചായയുണ്ട് എന്നാണ് പറഞ്ഞത്. ഹൈദരാബാദിൽ നിന്ന് ഇവിടെ എത്തും വരെ എന്നെ ആയിഷ എന്നാണ് പുള്ളി വിളിച്ചത്. നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് യാത്ര ബോറടിച്ചതേയില്ല. വേണ്ടതിലധികം വിശദീകരണം താൻ കൊടുത്തോ? അവൾ സംശയിച്ചു. പറഞ്ഞത് സബിതേച്ചി വിശ്വസിച്ച് കാണുമോ എന്നവൾക്ക് മനസ്സിലായതുമില്ല. പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് കാറോടിക്കുമ്പോൾ അരുൺ തോമസിനെ കുറിച്ച് സബിത ചോദിച്ചു. പുള്ളി ആർക്കിടെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. എവിടെയാ പുള്ളി താമസിക്കുന്നേ? അതറിയില്ല ചേച്ചി. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ് എന്ന ബിൽഡിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. അതെവിടെയാ? കളത്തിപ്പടിയിലാ അവരുടെ ഓഫീസ്. വലിയ ഒരു അബദ്ധമാണ് താൻ ചെയ്തതെന്ന് ഇഷയ്ക്ക് അപ്പോൾ മനസ്സിലായതേയില്ല. അതു നന്നായി. സ്വന്തമായി ഇവിടെ വീട് പണിയിക്കാൻ വേണ്ടിയാണ് ശ്രുതി വന്നതെന്നല്ലേ ഉണ്ണിയേട്ടന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരിക്കുന്നത്. പുള്ളിയെ ഒരു ദിവസം വീട്ടിലേക്ക് വരുത്തണം. നമ്മൾ പറഞ്ഞ കഥയ്ക്ക് അപ്പോൾ കുറച്ചുകൂടി ബലം കിട്ടും. അത് വേണോ? ഇഷ മടിച്ചു. വേണം. നമുക്കൊരു ദിവസം കളത്തിപ്പടിയിൽ പോയി പുള്ളിയെ കാണണം. ഉണ്ണിയേട്ടന് അവിടേക്ക് നല്ല പരിചയമാ. കൂടെ വരും. അവൾ നടുങ്ങി. ഉണ്ണിയേട്ടനും സവിതേച്ചിയും കൂടി അരുൺ തോമസിനെ ചെന്ന് കണ്ടാൽ ശ്രുതിയല്ല, താൻ ഇഷയാണെന്ന് ആ നിമിഷം അവർ അറിയും. ഇഷ എന്ന കൂട്ടുകാരിയെക്കുറിച്ച് സവിതേച്ചിയോട് മുമ്പ് എപ്പോഴെങ്കിലും സുദീപ് സംസാരിച്ചിട്ടില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ ഉണ്ണിയേട്ടന്റെ പരിചയക്കാരനാണ് അരുൺ തോമസ് എങ്കിലോ? സ്വയം ചെയ്ത മണ്ടത്തരത്തിന് ആരെ കുറ്റം പറയാൻ? വേണ്ട ചേച്ചി, ഞാൻ വീട് വെക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അച്ഛനോടും അമ്മയോടും വീട് വെക്കുന്നുണ്ടെന്ന് അരുൺ എങ്ങനെ പറയും? രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി കിട്ടിയതുപോലെ അവൾ ചോദിച്ചു. ശ്രുതിക്ക് വേണ്ടി അങ്ങനെയൊരു ഫേവർ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി ചെയ്യാതിരിക്കില്ല. അല്ലെങ്കിൽ ചെയ്യിക്കണം. ശ്രമിക്കാം. തൽക്കാലം ആ വിഷയം വിടാൻ വേണ്ടി ഇഷ അങ്ങനെ പറഞ്ഞു. പക്ഷേ സബിത അക്കാര്യം അറിഞ്ഞില്ല. അന്ന് രാത്രിയിൽ കൃഷ്ണനുണ്ണിയോട് അവൾ അക്കാര്യം സംസാരിച്ചു. ശ്രുതിക്ക് ഇവിടെ ഒരു ആർക്കിടെക്റ്റിനെ പരിചയമുണ്ട്. ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ അയാളെ അവിടെ വെച്ചു കണ്ടു. അരുൺ തോമസ് എന്നാണ് പേര്. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റിലല്ലേ അയാൾ വർക്ക് ചെയ്യുന്നത്? എനിക്ക് പരിചയമുണ്ട് അരുണിനെ. ചീഫ് ആർക്കിടെക്റ്റാണ്. ചിലപ്പോഴൊക്കെ ബുക്ക് ഷോപ്പിൽ വരും. ഡിറ്റക്റ്റീവ് നോവലുകളുടെ ഫാനാണ്. ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ക്രൈം നോവൽസ് മേടിച്ചു കൊണ്ടുപോകും. കൃഷ്ണനുണ്ണി പറഞ്ഞു. ചവിട്ടുവരിയിൽ അവൾക്ക് വീട് വെക്കാൻ പോവാണെന്നല്ലേ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരിക്കുന്നത്? പുള്ളി ഇവിടൊന്ന് വരുന്നതിൽ തെറ്റില്ല. അച്ഛനും അമ്മയ്ക്കും നമ്മൾ പറഞ്ഞത് കൂടുതൽ വിശ്വാസമാകുമല്ലോ.
അവർക്ക് വിശ്വാസക്കുറവൊന്നുമില്ല സബിതേ. പക്ഷേ അരുൺ തോമസിനെ ഒന്ന് കാണുന്നതിൽ തെറ്റൊന്നുമില്ല. സുദീപ് പറഞ്ഞത് അവൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വീട് വെക്കണമെന്ന, നല്ല പ്ലോട്ട് കിട്ടുമെങ്കിൽ നോക്കണമെന്നും കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ അവൻ പറഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ നമുക്കൊരു ദിവസം പുള്ളിയെ ചെന്ന് കാണാം. വാതിലടിച്ച് സബിത വന്ന് അയാളുടെ അടുത്ത് കിടക്കയിലിരുന്നു. ഒരു കാര്യത്തിൽ ഇപ്പോഴേ അവൾക്കൊരു സൂചന കൊടുക്കുന്നത് നല്ലതാണെന്ന് അയാൾക്ക് തോന്നി. നമ്മളൊരു മണ്ടത്തരം കാണിച്ചോ എന്നിപ്പോൾ എനിക്കൊരു സംശയം, കൃഷ്ണനുണ്ണി പറഞ്ഞു. എന്താ ഉണ്ണിയേട്ടാ? ഉത്കണ്ഠയോടെ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. സുരഭിയുടെ അനുജത്തിയാണ് ശ്രുതിയെന്ന് അച്ഛനോടും അമ്മയോടും പറയേണ്ടായിരുന്നു. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ അച്ഛനും അമ്മയും ചെന്ന് കാണും. ആ കുഞ്ഞിനെ പിന്നെ നമുക്കെടുക്കാൻ പറ്റില്ലല്ലോ. അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് സബിതയ്ക്ക് തോന്നി. പെട്ടെന്ന് അവളുടെ മുഖത്തെ പ്രസന്നത മാഞ്ഞു. പിന്നെന്തു ചെയ്യും ഉണ്ണിയേട്ടാ? ആ മോഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, കൃഷ്ണനുണ്ണി പറഞ്ഞു. തന്നെയുമല്ല, പ്രസവിച്ചു കഴിയുമ്പോൾ അവൾ കുഞ്ഞിനെ തരാൻ തയ്യാറായില്ലെങ്കിലോ? തയ്യാറെങ്കിൽ തന്നെ പിന്നെ ചില സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അവൾക്കുണ്ടായാൽ തിരിച്ചു വന്ന് കുഞ്ഞിനാവശ്യപ്പെട്ടെന്നും വരാം. നമുക്ക് അതിനെ കൊടുക്കാതിരിക്കാനും പറ്റില്ല. നമ്മൾ പിന്നെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? ഇനി എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അവൾ നമ്മളെ വിഡ്ഢികളാക്കിയിട്ട് കുഞ്ഞിന് തരാതെ പോയാൽ അതൊട്ടും നീതിയല്ല ഉണ്ണിയേട്ടാ. സബിതയുടെ സ്വരമിടറി. അവളുടെ മനസ്സിന്റെ സ്വസ്ഥത നശിച്ചെന്ന് അയാൾക്ക് തോന്നി. ഒന്നും പറയേണ്ടായിരുന്നു. പക്ഷേ എപ്പോഴായാലും പറയാതെ പറ്റില്ലല്ലോ. ആരെയും നമ്മൾ അമിതമായി വിശ്വസിക്കാൻ പാടില്ല. ശ്രുതിയെക്കുറിച്ച് നമുക്കെന്തറിയാം? ഒന്നും അറിയില്ല. അവൾ പറഞ്ഞതെല്ലാം നമ്മൾ കണ്ണുമടച്ച് വിശ്വസിച്ചു. ഉണ്ണിയേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഭീതിയോടെ സബിത അയാളെ നോക്കി. അയാൾ അവളെ ചേർത്തു പിടിച്ചു. ശ്രുതി ഒരു ക്രിമിനലാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവൾ ഒരു പാവം പെണ്ണാണ്. അതുകൊണ്ടാണല്ലോ അവൾക്ക് ഈ ചതി പറ്റിയത്. സംഭവിച്ച തെറ്റ് ആരും അറിയാതെ തിരുത്താൻ വേണ്ടി ഇവിടേക്ക് വന്നു. അതാണ് സത്യമെങ്കിൽ അവൾ കുഞ്ഞിനെ നമുക്ക് തന്നിട്ട് സ്ഥലം വിടും, പ്രതീക്ഷയോടെ സബിത പറഞ്ഞു. ചിലപ്പോൾ തന്നേക്കും. പക്ഷേ നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബുദ്ധിയായില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു നിമിഷം സബിത ആലോചിച്ചിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? അവൾ ചോദിച്ചു. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ നമുക്ക് ഒഴിവാക്കാം. അവൾ പോയില്ലെങ്കിലോ? പോകും. ഉണ്ണിയേട്ടൻ ഉറപ്പുണ്ടോ പോകുമെന്ന്? അത് പിന്നെ നമുക്കൊന്ന് സൂചിപ്പിച്ചു നോക്കാം. അവൾ താല്പര്യപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി അവളെ വെറുപ്പിച്ചാൽ കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകും, ഭയത്തോടെ സബിത പറഞ്ഞു. അഥവാ കിട്ടിയില്ലെങ്കിൽ നീ ദുഃഖിക്കരുത്. ആ വ്യവസ്ഥയിലാണെങ്കിൽ ശ്രുതി ഇവിടെ താമസിക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ വേണ്ട ഉണ്ണിയേട്ടാ. ഒരു പക്ഷേ ദൈവനിയോഗമായിരിക്കും അവൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ കാരണം. പ്രസവിച്ച് അവൾ കുഞ്ഞിനെയും കൊണ്ടുപോകട്ടെ. അഥവാ നമുക്ക് തരണമെന്ന് തോന്നിയാൽ തരട്ടെ. സബിതയുടെ കണ്ണുകൾ നനഞ്ഞു. പാവം, ശ്രുതിയെ നമ്മൾ പറഞ്ഞുവിടാൻ പാടില്ല. അവൾക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കട്ടെ. എനിക്കൊരു വിഷമവുമില്ല. അച്ഛനും അമ്മയ്ക്കും അവളെ വലിയ ഇഷ്ടവുമാണ്. സ്വന്തമായ ഒരു അനിയത്തെ കിട്ടിയതുപോലെയാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത്. ഒരു ദിവസം ആരും അറിയാതെയോ അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞോ ശ്രുതി ഈ വീട്ടിൽ നിന്ന് പോകും. അന്നിവിടെ ഒരുപാട് കണ്ണീരൊഴുകും. നേരം ഒരുപാടായി, നമുക്ക് കിടക്കാം, കൃഷ്ണനുണ്ണി പറഞ്ഞു. ലൈറ്റ് അണച്ച് കിടന്നെങ്കിലും രണ്ടുപേരും വളരെ വൈകിയാണ് ഉറങ്ങിയത്. കുഞ്ഞിനെപ്പോലെ അയാളും അമ്മയെപ്പോലെ അവളും പരസ്പരം പുണർന്ന്. പിറ്റേന്ന് ഞായർ. ഒഴിവ് ദിവസമായതുകൊണ്ട് പതിവിലും വൈകിയാണ് സബിതയും കൃഷ്ണനുണ്ണിയും എഴുന്നേറ്റത്. ഇഷ കിച്ചണിൽ ചെന്ന് കാപ്പിയുണ്ടാക്കി. 2 ഗ്ലാസുകളിൽ കാപ്പി പകർന്ന് അവൾ വിശ്വനാഥ പിള്ളയ്ക്കും സൗദാമിനി അമ്മയ്ക്കും കൊണ്ടുചെന്നു കൊടുത്തു. ഒരുപക്ഷെ ഈ വീട്ടിലെ മരുമകളായി വന്നിരുന്നെങ്കിൽ, കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം കിട്ടിയില്ലെങ്കിൽന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. സന്തോഷത്തോടെ വിശ്വനാഥ പിള്ള കാപ്പി വാങ്ങി. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഇഷ്ടം പോലെ കിടന്നുറങ്ങാൻ സബിതയ്ക്ക് സമയം കിട്ടൂ. അല്ലെങ്കിൽ വെളുപ്പിന് 5 മണിയാകുമ്പോഴേക്കും പാവം ഉണരും, സൗദാമിനിയമ്മ പറഞ്ഞു. മോള് രാവിലെ എപ്പോൾ ഉണരും? വിശ്വനാഥ പിള്ള ചോദിച്ചു. 6 മണി. അരമണിക്കൂർ യോഗയും ചില വ്യായാമ മുറകളുമുണ്ട്. അത് കഴിഞ്ഞേയുള്ളൂ ബാക്കി കാര്യങ്ങൾ. യോഗയും മെഡിറ്റേഷനും കമ്പനി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കമ്പനി തന്നെയാണ് യോഗ ക്ലാസുകൾ സൗകര്യപ്പെടുത്തുന്നത്. സുദീപിന് രാവിലെ ഓടാനായിരുന്നു ഇഷ്ടം. ക്യാമ്പസിൽ അവൻ സിറിലുമൊത്ത് 5 കിലോമീറ്റർ നിൽക്കാതെ ഓടുമായിരുന്നു. അവൾ വീണ്ടും കിച്ചണിൽ ചെന്നപ്പോൾ കൃഷ്ണനുണ്ണി കാപ്പി എടുത്തു കുടിക്കുന്നു. സബിത എഴുന്നേൽക്കുന്നതേയുള്ളൂ. കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. അപ്പോഴാണ്. ഇഷ ഒന്നും പറഞ്ഞില്ല. അരുൺ തോമസിനെ പരിചയമുണ്ട് അല്ലേ? അയാളുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി. ഞങ്ങളുടെ ബുക്ക് ഷോപ്പിൽ വരാറുണ്ട്.
നല്ലപോലെ വായിക്കുന്ന ആർക്കിടെക്റ്റാണ് അരുൺ. സുദീപിന് വേണ്ടി അരുണിനെ കാണാൻ ഇരിക്കുകയാണ് ഞാൻ. ഈശ്വര. പിന്നെ ഒരു കാര്യം, ശ്രുതിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാം. തക്കതായ ഒരു റീസൺ കണ്ടുപിടിച്ച് അവതരിപ്പിച്ചാൽ മതി. സബിതയുടെ സ്വാർത്ഥമോഹത്തിന് ഞാൻ തടയിട്ടിട്ടുണ്ട്. കൂടുതലൊന്നും പറയാതെ കൃഷ്ണനുണ്ണി കാപ്പിയുമായി പോയി. കിച്ചൺ ടേബിളിലേക്ക് ചാരി ഈശ നിന്നു. പോകുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ താമസിച്ചാൽ ശ്രുതി എന്ന മുഖംമൂടി വൈകാതെ അഴിഞ്ഞു വീഴും. പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ജയകൃഷ്ണൻ എന്നു പേരുള്ള സാങ്കല്പിക ഭർത്താവ് ദുബായിൽ നിന്ന് തിരിച്ചു വരുന്നു. അടുത്ത ആഴ്ച അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അതാകുമ്പോൾ ആർക്കും സംശയം തോന്നുകയില്ല. കൃഷ്ണനുണ്ണി മാത്രമേ സത്യം മനസ്സിലാക്കൂ. അല്ല, ശ്രുതി നേരത്തെ എഴുന്നേറ്റോ? പുതപ്പിനുള്ളിൽ കണ്ണടച്ച് വെറുതെ കിടക്കുമ്പോഴുള്ള സുഖം അതിൽ വീണുപോയി. ഉണ്ണിയേട്ട വന്ന് പറഞ്ഞപ്പോഴാ. ലേറ്റായാലും കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി, ഇന്ന് സൺഡേ അല്ലേ. എന്നാലും അമ്മയ്ക്കും അച്ഛനും പതിവ് സമയത്ത് കാപ്പി കിട്ടണം. ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തു. അത് കാര്യമായി. പ്രായമായവർക്ക് ചില ശീലങ്ങളുണ്ട്. നമ്മളായിട്ട് അത് തെറ്റിക്കാൻ പാടില്ല, സബിത പറഞ്ഞു. ബാംഗ്ലൂരിലേക്ക് ചെല്ലുകയാണെന്ന് ജമുനയെ അറിയിക്കുന്നില്ല. പറഞ്ഞാൽ അവൾ വീണ്ടും പരിഹസിച്ചു. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്തവളാണ് താനെന്ന് ഇപ്പോൾ തന്നെ പലവട്ടം അവൾ പറഞ്ഞു കഴിഞ്ഞു. അന്ന് വൈകുന്നേരം പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഇഷയ്ക്കൊരു കോൾ വന്നു. എടുക്കണോ എന്ന് സംശയിച്ചെങ്കിലും അവൾ അതെടുത്തു. ഹലോ ഇഷ, ഇത് ഞാനാണ്, അരുൺ തോമസ്. അയാൾ വിളിച്ചത് നന്നായി. യാത്ര പറഞ്ഞിട്ട് പോകാമല്ലോ. ഹലോ അരുൺ, എന്തുണ്ട് വിശേഷം? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഇന്ന് സൺഡേ അല്ലേ. വെറുതെ ഇരുന്നപ്പോൾ ഇഷയുടെ കാര്യം ഓർമ്മ വന്നു. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഇഷ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നി. ഇവിടെ വെച്ചായതുകൊണ്ടാണ് പറയാഞ്ഞത് അല്ലേ? താൻ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് അരുൺ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. പെട്ടെന്നാണ് ആളുകൾക്ക് ഒരു സംശയം തോന്നിയത്. അരുൺ ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ വിശ്വസിക്കാം. ജസ്മി അയാളെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇഷയ്ക്ക് അപ്പോൾ ഓർമ്മ വന്നു. പുള്ളിക്കാരി കന്യാസ്ത്രീയാണെന്നറിഞ്ഞപ്പോൾ അങ്കിളിന് വലിയ മനോവിഷമമായി. ചെന്നൈയിലായിരുന്നു അന്ന് ജോലി. നാട്ടിൽ ലീവിന് വന്നപ്പോൾ ആ സംഭവം അറിഞ്ഞ് പിന്നെ തിരിച്ചു പോയില്ല. കുറെ നാൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാതെ വട്ടി പിടിച്ച പോലെ ഇരുന്നു. ശരിയാണ് അരുൺ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ചുനേരം സ്വസ്ഥമായിരുന്ന് സംസാരിക്കണം. സൗകര്യമുണ്ടാകുമോ? അവൾ ചോദിച്ചു. നാളെ ഉച്ചയ്ക്ക് 12:30 റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഞാൻ വരാം. നമുക്കൊന്നിച്ച് ലഞ്ച് കഴിക്കാം. എന്തു പറയുന്നു? ഞാൻ വരും, അവൾ സമ്മതിച്ചു. പിറ്റേന്ന് 12:30 മുമ്പ് ഒരു ഓട്ടോയിൽ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കൃത്യം 12:30 അരുൺ തോമസിന്റെ കാർ വന്നു. ഇഷ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് പാസഞ്ചർ സീറ്റിൽ കയറിയിരുന്നു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഞങ്ങളുടെ ടൗൺ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കാർ ഓടിക്കുന്നതിനിടയിൽ അരുൺ തോമസ് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. ഇത്രയും ഇടുങ്ങിയ റോഡുകൾ വേറൊരു ടൗണിലും ഞാൻ കണ്ടിട്ടില്ല. വികസനത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന പഴമ, ഇഷ പറഞ്ഞു. അരുൺ തിരിച്ചു. എ ബ്രില്യന്റ് ഒബ്സർവേഷൻ. അരുണിന്റെ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സ് ഒന്ന് കാണണമെന്നുണ്ട്. വാസ്തുകലയിലും ഈ പഴമയുടെ ടച്ചുണ്ടോ എന്നറിയാമല്ലോ. തീർച്ചയായും ഉണ്ട്. പക്ഷേ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രകൃതിക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഭൂമി നിരപ്പാക്കി ഞാൻ വീട് പണിയാറില്ല. ചരിവുകളും ഉയർച്ച താഴ്ചകളും വീടിന്റെ ഭാഗമാക്കാറേയുള്ളൂ. അത് കാരണം ലിവിംഗ് റൂമും ഡൈനിങ് റൂമും ബെഡ്റൂമും 3 ലെവലുകളിലായി പോകുമെന്നേയുള്ളൂ. അതൊരു രസമുള്ള കാര്യമല്ലേ? അവൾ യോജിച്ചു. ഒരു ഇരുനില ഹോട്ടലിന്റെ മുമ്പിൽ ചെന്നാണ് കാർ നിന്നത്. ഇഷ ഇറങ്ങിക്കോളൂ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, അരുൺ പറഞ്ഞു. അവൾ കാറിൽ നിന്ന് ഇറങ്ങി നിന്നു. പാർക്കിംഗ് ഏരിയയിൽ നിരവധി കാറുകൾ കിടപ്പുണ്ടായിരുന്നു. പലതും മുന്തിയ കാറുകൾ. അവയ്ക്കിടയിൽ സ്ഥലം കണ്ടെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അരുൺ വന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറന്റ്. ഇഷ വരൂ. അയാളോടൊപ്പം പടികൾ കയറി അവൾ മുകളിലത്തെ നിലയിലേക്ക് ചെന്നു. മുഖം നോക്കാവുന്ന ടൈൽസ് പാകിയ ഫ്ലോർ. ഇടതുവശത്ത് ഗ്ലാസ് ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ച് അയാൾ കാത്തു. ഇഷ അകത്തേക്ക് കയറിയപ്പോൾ അയാളൊപ്പം ചെന്നു. ചെറിയ ഹാളായിരുന്നു റെസ്റ്റോറന്റ്. ഭംഗിയായി അലങ്കരിച്ച ടേബിളുകൾ, 4 വീതം കസേരകൾ. ഒരു വശത്ത് ഗ്ലാസ് ഭിത്തിയായിരുന്നു. അത് കാരണം പകൽ വെളിച്ചം അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. നമുക്കവിടെ ഇരിക്കാം. ഗ്ലാസ് ഭിത്തിയുടെ സമീപത്തുണ്ടായിരുന്ന ടേബിളിനടുത്തേക്കാണ് അയാൾ ഇഷയെ കൂട്ടിക്കൊണ്ടുപോയത്. അവർ മേശയുടെ ഇരുവശത്തുമായി മുഖാമുഖം ഇരുന്നു. അവൾക്ക് ആ സീറ്റ് ഇഷ്ടപ്പെട്ടു. പുറത്തേക്ക് നോക്കുമ്പോൾ ടൗണിന്റെ മേലാപ്പ് കാണാം. അനേകം കെട്ടിടങ്ങൾ, അകലെ കുന്നുകൾ.
കുന്നുകളുടെ പച്ചപ്പ് റബ്ബർ തോട്ടമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. യൂണിഫോം ധരിച്ച വെയിറ്റർ വന്നു. മീൽസ് അല്ലേ? അരുൺ അവളോട് ചോദിച്ചു. അതെ, 2 ഫിഷ് കറി മീൽസ്. അയാൾ ഓർഡർ കൊടുത്തു. വേറെന്തെങ്കിലും? വെയിറ്റർ ചോദിച്ചു. ഫിഷ് ഫ്രൈ എന്താണുള്ളത്? നെയ്മീന്, വിളമീന്, ആവോലി. വിളമീൻ മതി 2. വെയിറ്റർ പോയി. അരുൺ അവളെ നോക്കി പുഞ്ചിരിച്ചു. നല്ല നാടൻ മീൻകറി കൂട്ടി ഒരു ഊണ്. അതിന്റെ രുചിയും തൃപ്തിയും ഒരു 5 സ്റ്റാർ ഹോട്ടലിലെയും 7 കോഴ്സ് ഡിന്നർ എനിക്ക് തന്നിട്ടില്ല. അരുണിന്റെ അമ്മ കൈപുണ്യമുള്ള ഒരു പാചകറാണിയായെന്ന് എനിക്കിപ്പോ മനസ്സിലായി, അവൾ പറഞ്ഞു. അത് നേരാ ഇഷ. പാലയ്ക്കടുത്ത് മുത്തോലി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ എന്റെ മമ്മിയുടെ തറവാട്. സെന്റ് തോമസിൽ പ്രൊഫസറായിരുന്നു എന്റെ ഡാഡി. നല്ലൊരു മഴ പെയ്താൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകി റോഡിൽ വെള്ളം കയറും. കോളേജ് ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടാൽ കായലാണെന്ന് തോന്നും. ഡാഡി നല്ലൊരു വീശുകാരനായിരുന്നു. പ്രൊഫസർ ആയിരുന്നെങ്കിലും വെള്ളം പൊങ്ങുമ്പോൾ വലയുമായിട്ടിറങ്ങും. കൂടെ നിറയെ ആറ്റുമീനുമായിട്ടേ വരൂ. മമ്മി അത് കറിവെക്കും, കുറച്ചു പൊരിക്കും. ഓ, ആ കാലം! അരുൺ ഓർമ്മയിൽ മുഴുകി ഒരു നിമിഷമിരുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല അരുൺ. മരണം, വേദന, ഒറ്റപ്പെടൽ. ഐ വാസ് എൻ അൺഹാപ്പി ചൈൽഡ്, ഇഷ പറഞ്ഞു. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ? എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അച്ഛനും 1 കൊല്ലം കഴിഞ്ഞ് അമ്മയും പോയി. അച്ഛൻ അറ്റാക്കായിരുന്നു, അമ്മയ്ക്ക് ക്യാൻസറും. പിന്നെ ചെറിയമ്മയുടെ സംരക്ഷണയിലായിരുന്നു എന്റെ ജീവിതം. ചെറിയമ്മ ദുഷ്ടയൊന്നും ആയിരുന്നില്ല. അച്ഛന്റെ സമ്പാദ്യം ബാങ്കിലുണ്ടായിരുന്നതുകൊണ്ട് എഞ്ചിനീയറിംഗ് വരെ ആരുടെയും സൗജന്യം സ്വീകരിക്കാതെ പഠിക്കാൻ പറ്റി. പക്ഷേ ഞാൻ ആഗ്രഹിച്ച സ്നേഹം ഒരിടത്തു നിന്നും എനിക്ക് കിട്ടിയില്ല. അരുൺ സഹതാപത്തോടെ അവളെ നോക്കി. അത്രയൊന്നും മനസ്സ് തുറക്കേണ്ടിയിരുന്നില്ലെന്ന് പെട്ടെന്ന് അവൾക്ക് തോന്നി. അരുൺ തന്റെ ആരാണ്? ആരുമല്ല. 2ഓ 3ഓ തവണ ഏതാനും നിമിഷം മാത്രം സംസാരിക്കേണ്ടി വന്ന ഒരപരിചിതൻ. പക്ഷേ അരുൺ തോമസിന്റെ സഹായം ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്. ആത്മകഥ പറഞ്ഞ് ഞാൻ ബോറാക്കിയോ? പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല. ആത്മാവിൽ എല്ലാവരും ഒറ്റപ്പെട്ടവരാണ്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. വെയിറ്റർ അപ്പോൾ 2 പ്ലേറ്റുകൾ കൊണ്ടുവന്ന് വെച്ചു. 2 പ്ലേറ്റുകളിലും ആവി പറക്കുന്ന ചോറ് വിളമ്പി. ചെറിയ സ്റ്റീൽ കിണ്ണങ്ങളിൽ പലതരം കറികൾ വിളമ്പി എടുത്തുവെച്ച മറ്റൊരു പ്ലേറ്റും അവരുടെ മുമ്പിൽ വന്നു. അരുൺ പതിവായി വരാറുള്ള സ്ഥലമാണോ ഇത്? ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇഷ ആരാഞ്ഞു. ഉവ്, ആഴ്ചയിലൊരിക്കലെങ്കിലും. വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പ്രകൃതി ദൃശ്യം കണ്ട് ഊണ് കഴിക്കാൻ എനിക്കിഷ്ടാണ്. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. ഗ്ലാസ് ഭിത്തിയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കുന്നുകളും താഴ്വാരവും പച്ചപ്പും. പപ്പടം പൊട്ടിച്ച് ഒരു കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അരുണിന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം ശോകം നിറഞ്ഞ ഒരു രഹസ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാണെന്ന്. അവൾ പറഞ്ഞു. അങ്ങനൊന്നുമില്ല. ഐ ആം ഓൾവേസ് ഹാപ്പി. എന്റെ ജീവിതത്തിൽ ദുഃഖത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. നെഞ്ചിൽ കൈവച്ചു പറയാമോ, എപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ഒരോർമ്മ ഉള്ളിലില്ലെന്ന്? പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെ ഒരു കുഗ്രാമത്തിൽ ആതുര സേവനം നടത്തുന്ന ഒരു കന്യാസ്ത്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഞെട്ടലോടെ അരുൺ അവളെ നോക്കി. മേബിളിനെ എങ്ങനെ അറിയാം ഇഷയ്ക്ക്? നേരിട്ട് പരിചയമില്ല, ഒരു കൂട്ടുകാരി പറഞ്ഞറിയാം. ഏതു കൂട്ടുകാരി? അതൊക്കെ ഞാൻ വിശദമായി പറയാം. ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കാത്ത ഇത്തരം ചില രഹസ്യങ്ങൾ നമ്മൾ മിക്കവരുടെയും ജീവിതത്തിലുണ്ട്. എന്റെ ജീവിതത്തിലുമുണ്ട്. ഇഷയ്ക്കും ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? പരാജയപ്പെട്ട ഒരു പ്രണയം? യെസ്, പരാജയപ്പെടുത്തിയ ഒരു പ്രണയം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. പാരൻസ് ആണോ വില്ലന്മാരായത്? അരുണിന്റെ കേസിൽ അങ്ങനെയായിരുന്നു അല്ലേ? എന്റെ കഥയിൽ നായകൻ തന്നെയാണ് വില്ലനായത്, അവൾ പറഞ്ഞു. അങ്ങനെയും സംഭവിക്കാറുണ്ടോ? അയാൾക്ക് അത്ഭുതമായി. എന്റെ ജീവിതത്തിൽ അതാണ് നടന്നത്. പൊരിച്ച മീൻ ഒരു കഷ്ണം അടർത്തിയെടുത്ത് അവൾ വായിലിട്ട് ചവച്ചു. അയാൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ വേഗം കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അരുൺ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ മേബിളിനെ കുറിച്ച് ഓർത്തുപോയി. ആ കുട്ടി കന്യാസ്ത്രീയുടെ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ടാണോ മാരീഡ് ലൈഫ് വേണ്ടെന്ന് വെച്ച് അരുൺ നടക്കുന്നത്? വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. കാലം നമ്മളെ പലതും മറക്കാൻ സഹായിക്കും. അയാൾ മെല്ലെ തലകുലുക്കി. എന്റെ പ്രണയകഥയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമില്ലേ? അവൾ ചോദിച്ചു. ആഗ്രഹമുണ്ട്, പക്ഷേ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതം, അതിനെ വിലമതിക്കുന്നവനാണ് ഞാൻ.
എന്നെക്കുറിച്ച് ചിലതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ അരുണിനെ ക്ഷണിച്ചത്. അയാൾക്ക് വീണ്ടും അത്ഭുതമായി. അതിനു മുൻപ് ഒരു കാര്യം എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഹൗ ഡു യു നോ മേബിൾ? ഞാൻ മേബിളിനെ കണ്ടിട്ടില്ല. പിന്നെ ജസ്മിയാണ് മേബിളിനെ കുറിച്ചും അരുണിനെ കുറിച്ചും എന്നോട് പറഞ്ഞത്. ജസ്മിയെ എങ്ങനെയാണ് പരിചയം? കോൺവെന്റ് ഹോസ്റ്റലിലെ അന്തേവാസിനിയായിരുന്നു ഞാനും ഇൻഫാക്ട് ജസ്മിയുടെ റൂംമേറ്റ്. നോ, ഐ ഡോണ്ട് ബിലീവ്. ഇഷയെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടേയില്ല. അയാൾ അവിശ്വാസത്തോടെ അവളെ നോക്കി. അവൾ പുഞ്ചിരിച്ചു. ശ്രുതി എന്നൊരു ചേച്ചിയെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടില്ലേ? ഉവ്, യെസ്, ആ ശ്രുതിയാണ് ഈ ഇഷ. അയാൾ അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ഇഷ, ഐ ഡോണ്ട് ഗെറ്റ് യു. ഒരാൾമാറാട്ടം നടത്തിയാണ് ഞാൻ ആ ഹോസ്റ്റലിൽ താമസിക്കാൻ ചെന്നത്. 2 ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് പോകാൻ കാരണം അരുൺ തോമസ് എന്ന താങ്കളാണ്. ഞാനോ? ഞെട്ടലോടെ അയാൾ ചോദിച്ചു. യെസ്, ജസ്മിയുടെ അങ്കിളാണ് അയാൾ എന്നറിഞ്ഞ ആ നിമിഷം അവിടെ നിന്ന് പോകാതെ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഞാൻ ശ്രുതിയല്ലെന്നും ഇഷയാണെന്നും ജസ്മി മാത്രമല്ല കോൺവെന്റിലെ സിസ്റ്റർ മനസ്സിലാക്കും. അതോടെ ഞാൻ ഔട്ട്. ഇഷ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം, അതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പരാജയപ്പെട്ട ഒരു പ്രണയകഥയിലെ നായികയാണെന്ന് ഞാനെന്ന്. വിവാഹം കഴിയാതെ പ്രഗ്നന്റായ ഒരു കാമുകിയാണ് ഞാൻ. എന്നിട്ട് അറിയാമല്ലോ, ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ വന്നത്. ആരും അറിയാതെ പ്രസവിച്ച് കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുത്തിട്ട് തിരിച്ചു പോകാൻ. സ്റ്റിൽ യു ആർ പ്രഗ്നന്റ്? അതെ. കാര്യങ്ങൾ പരമരഹസ്യമാക്കി വെക്കാനാണ് ഞാൻ ശ്രുതി എന്ന പേര് സ്വീകരിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അവൾ ചുരുക്കത്തിൽ അയാളോട് പറഞ്ഞു. കൃഷ്ണനുണ്ണി യഥാർത്ഥത്തിൽ ആരാണെന്ന് മാത്രം മറച്ചുവെച്ചു. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ എന്റെ ആൾമാറാട്ടം പൊളിഞ്ഞെന്ന് ഞാൻ പേടിച്ചുപോയി. പക്ഷേ ഭാഗ്യത്തിന് സബിത ചേച്ചി അത് മനസ്സിലാക്കിയില്ല. ഇഷ ഒരു വലിയ റിസ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അയാൾ പറഞ്ഞു. ഐ നോ, ബട്ട് ഐ ഹാവ് നോ അതർ വേ. കൃഷ്ണനുണ്ണിയെ എനിക്കറിയാം. അവരുടെ ബുക്ക് ഷോപ്പിൽ ഞാൻ പോകാറുണ്ട്. എ നൈസ് ഫെല്ലോ. അതെ, കൃഷ്ണനുണ്ണിയെപ്പോലെ മനുഷ്യത്വമുള്ള അധികം ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല, അവൾ പറഞ്ഞു. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സ്വീറ്റ്സ്? കൈ കഴുകി വന്നപ്പോൾ അയാൾ ചോദിച്ചു. ഫ്രൂട്ട് സലാഡ് എനിക്കിഷ്ടമാണ്. 2 ഫ്രൂട്ട് സലാഡിന് ഓർഡർ പോയി. ഒഴിഞ്ഞ പ്ലേറ്റുകൾ ടേബിളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും വരെ 2 പേരും ഒന്നും മിണ്ടിയില്ല. നായകൻ വില്ലനായ കഥ ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇല്ല. ടിഷ്യൂ പേപ്പർ എടുത്ത് അവൾ ചുണ്ടുകളൊപ്പി. വളരെ പ്രശസ്തമായ 2 സോഫ്റ്റ്വെയർ കമ്പനികളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. ക്യാമ്പസിൽ തൊട്ടടുത്ത ബിൽഡിങ്ങുകൾ. എന്റെ ഓഫീസിലെ ചില ഫ്രണ്ട്സ് അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. വെയിറ്റർ 2 കപ്പ് ഫ്രൂട്ട് സലാഡ് കൊണ്ടുവന്നു വെച്ചു. വളരെ പെട്ടെന്നാണ് ഞങ്ങൾ അടുത്തത്. സം കോമൺ ഇൻട്രസ്റ്റ്, പിന്നെ അവൻ തന്ന സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ. ഞാൻ അവന്റെ ഫ്ലാറ്റിൽ പോകുമായിരുന്നു. അവൻ എന്റെ ഫ്ലാറ്റിലും വരുമായിരുന്നു. എന്റെ ഫ്ലാറ്റിൽ ജമുനയടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. ചില വീക്കെൻഡുകളിൽ അവനുമൊത്ത് ഔട്ടിങ്ങിന് പോകുമായിരുന്നു. ഒരു സിനിമാ കഥ പോലെ. അതെ, സിനിമകളിൽ നായകന് ഒരു കൂട്ടുകാരൻ ഉണ്ടാകാറുണ്ടല്ലോ. എന്റെ ഓഫീസിലെ സിറിലായിരുന്നു അവന്റെ കൂട്ടുകാരൻ. സിറിൽ വഴിയാണ് അവനെ ഞാൻ പരിചയപ്പെട്ടതും. സ്പൂൺ ഉപയോഗിച്ച് ഒരു ആപ്പിൾ കഷ്ണം കോരിയെടുത്ത് അയാൾ വായിലേക്കിട്ടു. ജമുനയായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട്. ഞങ്ങളുടെ ബന്ധത്തിന് അവൾ നല്ല സപ്പോർട്ടാണ് തന്നത്. അത് തകർന്നപ്പോൾ അവളാണ് കൂടുതൽ വേദനിച്ചത്. എങ്ങനെയാണ് തകർച്ച സംഭവിച്ചത്? അരുണിന് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. കമ്പനി ചില അസൈൻമെന്റ്സ് ഇടയ്ക്ക് തരും. ഓഫീസിൽ നിന്ന് ഒരു ടീമായിട്ടാണ് ഞങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ചെല്ലുന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു തരും. അവൾ സ്പൂണിൽ അല്പം ക്രീം കോരിയെടുത്തു. അത്തവണ ന്യൂഡൽഹിയിലേക്ക് പോയ ടീമിൽ സിറിലും കർണാടകക്കാരനായ ശ്യാം റെഡ്ഡിയും ഞാനുമാണ് ഉണ്ടായിരുന്നത്. ഹോട്ടലിൽ 3 റൂമുകളിലാണ് ഞങ്ങൾ താമസിച്ചത്. അന്നത്തെ വർക്ക് കഴിഞ്ഞ് രാത്രിയിൽ ഫുഡ് കഴിച്ച ശേഷം ശ്യാമും സിറിലും എന്റെ റൂമിലേക്ക് വന്നു. പിറ്റേന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവർ പോവുകയും ചെയ്തു. ഉറങ്ങാൻ കിടക്കും മുമ്പ് ഞാൻ അവനെ വിളിച്ചു. പക്ഷേ കിട്ടിയില്ല. വായിലിട്ട മുന്തിരിപ്പഴം തിന്നു തീരുന്നതുവരെ ഇഷ സംസാരിച്ചില്ല. പാതി ഉറക്കത്തിലെപ്പോഴോ അവൻ വിളിച്ചു. ഞെട്ടിയുണർന്ന് ഞാൻ കോൾ അറ്റൻഡ് എടുത്തു. അല്പനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ റൂമിൽ സിറിലിന്റെ മൊബൈലിന്റെ റിംഗ് ടോൺ മുഴങ്ങി. ഞാൻ ഞെട്ടിപ്പോയി. സംസാരിച്ച ശേഷം മടങ്ങിപ്പോയപ്പോൾ സിറിൽ മറന്നു വെച്ചതായിരുന്നു അത്.
അവൾ പറഞ്ഞ ഓരോ വാക്കും വിടാതെ കേട്ട് അരുൺ ഇരുന്നു. നീ എവിടെയാണെന്ന് പെട്ടെന്ന് അവൻ ചോദിച്ചു. എന്റെ റൂമിലാണെന്ന് ഞാൻ പറഞ്ഞു. സിറിലിന്റെ ഫോൺ ബെല്ലടിച്ചത് കേട്ടല്ലോ എന്നവൻ. സിറിൽ മറന്നു വെച്ചതാണെന്ന് ഞാൻ. അവൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. മനസ്സിലായി ഇഷ, ഏത് ജലസിയും ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ സെക്ഷൽ ജലസി, അത് തലയിൽ കയറിയാൽ മുറിച്ചു കളയുകയേ നിവൃത്തിയുള്ളൂ, അരുൺ പറഞ്ഞു. അതാണ് ഇവിടെയും സംഭവിച്ചത്. അവൻ വിളിച്ച ആ 1.5 മണിക്ക് സിറിൽ എന്റെ റൂമിലുണ്ടായിരുന്നു എന്നാണ് അവൻ വിചാരിച്ചത്. അല്ലെങ്കിൽ സിറിൽ എന്റെ റൂമിൽ വന്നിട്ട് മൊബൈൽ എടുക്കാൻ മറന്നിട്ട് പോയി. രണ്ടായാലും ഉദ്ദേശം ഒന്ന് തന്നെ. ഞാൻ അവന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. സിറിൽ ഇതറിഞ്ഞില്ലേ? അറിഞ്ഞു. അതോടെ സിറിലിന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. അയാൾ കാരണം, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുണ്ടായ ഒരു മറവി, അതാണല്ലോ ഞങ്ങൾ തമ്മിൽ തെറ്റാൻ കാരണമായത്. സിറിൽ ചെന്ന് അവന്റെ കാല് പിടിച്ചു പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷേ അവൻ വിശ്വസിച്ചില്ല. കഷ്ടം. അപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന ഭീകര സത്യം എനിക്കറിവായത്. അതറിഞ്ഞപ്പോൾ സിറിലാണ് അതിന് ഉത്തരവാദിയെത്തിന്ന് അവൻ എന്റെ മുഖത്തു നോക്കി പറഞ്ഞു. നിയന്ത്രണം വിട്ട് ഞാൻ അവന്റെ കവളത്തടിച്ചു. ജമുനയും ശ്യാമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ. അതോടെ ദുരന്തം പൂർണ്ണമായി അല്ലേ? അരുൺ ചോദിച്ചു. ഇല്ല, 6 മാസത്തേക്ക് ഒരു ഫോറിൻ അസൈൻമെന്റ് കമ്പനിക്ക് കിട്ടി. 2 പേരെയാണ് വേണ്ടിയിരുന്നത്. അതിലൊരാളാകാൻ അവൻ ട്രൈ ചെയ്തു. അവനത് കിട്ടി. നാട്ടിൽ ചെന്ന് വേറൊരു പെണ്ണുമായി റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടാണ് അവൻ വിദേശത്തേക്ക് പറന്നത്, അവൾ പറഞ്ഞു. അരുണിന്റെ മൊബൈലിൽ അപ്പോൾ ഒരു കോള് വന്നു. ആരാണ് വിളിച്ചതെന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ അത് നിഷ്കരണം കട്ട് ചെയ്തു. ഇഷയുടെ ഈ വരവിന്റെ ഉദ്ദേശം എനിക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലായി. എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട, അയാൾ അറിയിച്ചു. സഹായം ആവശ്യമുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഇഷയാണെന്ന് ഈ നാട്ടിൽ ഞാനല്ലാതെ അരുണിന് മാത്രമേ അറിയൂ. എന്തായാലും ഇനി 5-6 മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഹൈദരാബാദിൽ നിന്ന് വന്ന ശ്രുതി അരവിന്ദാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ. മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ ഇനി ശ്രുതി അരവിന്ദായിരിക്കണം അല്ലേ? അതെ. ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, ഇനിയെല്ലാം എനിക്ക് വിട്ടേക്ക്. വെയിറ്റർ ബില്ല് കൊണ്ടുവന്ന് വെച്ചു. അരുൺ പേഴ്സിൽ നിന്ന് 1000ന്റെ ഒരു നോട്ടെടുത്ത് ബില്ലിനൊപ്പം വെച്ചു. പക്ഷേ ഈ 5-6 മാസം എങ്ങനെയാ വീട്ടിൽ ഇഷ? അല്ല, ശ്രുതി ചെലവഴിക്കും? അയാൾ ചോദിച്ചു. വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ അവിടെയുള്ള എല്ലാവരും സ്നേഹമുള്ളവരുമാണ്. വെയിറ്റർ ബാലൻസ് കൊണ്ടുവന്നു. അരുൺ അയാൾക്ക് ടിപ്പ് കൊടുത്തിട്ട് അവളെ നോക്കി. എനിക്ക് നമുക്ക് പോകാമല്ലേ? പോകാം. അരുണിന്റെ വിലപ്പെട്ട 1.5 മണിക്കൂർ അപഹരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഏയ്, അങ്ങനെ പറയരുത്. ഐ എം ഹാപ്പി ഐ ഗോട്ട് എ ഫ്രണ്ട് ലൈക്ക് യു. ശ്രീവത്സത്തിന്റെ മുമ്പിൽ അവളെ അയാൾ കൊണ്ടുവിട്ടു. താങ്ക്സ് ഫോർ എ ബ്യൂട്ടിഫുൾ ലഞ്ച്, അവൾ പറഞ്ഞു. യു ആർ വെൽക്കം. ബൈ. ബൈ ശ്രുതി, അവൾ ചിരിച്ചു. അന്ന് രാത്രിയിൽ ഈശ ഭക്ഷണം കഴിച്ച് മുറിയിൽ ചെന്നപ്പോൾ അവളുടെ മൊബൈലിൽ 2 മിസ്ഡ് കോൾ കിടപ്പുന്നുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ആരാണ് വിളിച്ചത്? ഇഷ മിസ്ഡ് കോൾ എടുത്തു നോക്കി. ഒരാളിന്റെ നമ്പറിൽ നിന്ന് വിളിച്ചതാണ്. അരുൺ തോമസ്. പല പുരുഷന്മാർക്കുമുള്ള അസുഖം അരുണിനുമുണ്ടോ? 2 ലാർജ് അകത്താക്കിയിട്ട് പരിചയമുള്ള സ്ത്രീകളുടെ മൊബൈലിലേക്ക് രാത്രി സമയത്ത് വിളിച്ച് വെറുതെ സംസാരിക്കുക, ഇടയ്ക്ക് അറിയാതെ എന്ന മട്ടിൽ വഴിതെറ്റുക. ഏയ്, അരുൺ അങ്ങനെയുള്ള ആളല്ല. അവൾ അയാളെ തിരിച്ചു വിളിച്ചു. ഹലോ ഇഷ. അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. അരുൺ വിളിച്ചപ്പോൾ ഞാൻ താഴെ ഫുഡ് കഴിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. നാളെ ഇഷ ഫ്രീ ആണോ? യെസ്. എനിക്ക് വേറെന്ത് പണി? തിന്നുക, ഉറങ്ങുക, അവൾ ചിരിച്ചു. നാളെ കളത്തിപ്പടിയിലേക്കൊന്ന് വരുമോ? ഐ മീൻ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിന്റെ ഓഫീസിലേക്ക്. എന്താണ് കാര്യം? കൗതുകത്തോടെ അവൾ ചോദിച്ചു. ഐ വാണ്ട് ടു ഡിസ്കസ് ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ വിത്ത് യു. എന്ത് പ്രധാനപ്പെട്ട സംഗതിയാണ് അരുൺ തോമസിന് ഞാനുമായി ചർച്ച ചെയ്യാനുള്ളത്? ഇപ്പോ പറഞ്ഞുകൂടെ? നോ, ഫോണിലൂടെ സംസാരിക്കാനുള്ളതല്ല. മൈ ഓഫീസ് ഈസ് ദ പെർഫെക്റ്റ് സ്പേസ്. ഐ വിൽ കം, അവൾ സമ്മതിച്ചു. ഓക്കെ, ക്യാൻ യു കം അറൌണ്ട് 11:30? എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ വണ്ടി അയക്കാം. ഓക്കെ. അയാൾ കോള് കട്ട് ചെയ്തു. അരുൺ തോമസിന്റെ ആ വിളിയിൽ വല്ലാത്തൊരു ദുരൂഹതയുണ്ടെന്ന് അവൾക്ക് തോന്നി. സംഗതി എന്തായാലും ഗൗരവമുള്ള എന്തോ ആണ്. ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞതാണ് അവൾക്കൊട്ടും മനസ്സിലാകാത്തത്. ചിലപ്പോൾ സ്വസ്ഥമായി സംസാരിക്കാൻ അതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ലായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ വെച്ച് അടിക്കടി കണ്ടുമുട്ടുന്നത് അത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ലെന്ന്
അയാൾക്ക് തോന്നുന്നുണ്ടാകും. എന്തായാലും നാളെ പോവുക തന്നെ. ഞാൻ ഇന്ന് കളത്തിപ്പടി വരെ പോകുന്നുണ്ട് ചേച്ചി. രാവിലെ സബിതയെ കണ്ടപ്പോൾ അവൾ അറിയിച്ചു. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിലെ? അതെ, അരുൺ തോമസിനെ കാണാൻ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ, ചിലപ്പോൾ അയാളുടെ ഒരു ഹെൽപ്പ് നമുക്ക് ഭാവിയിൽ ആവശ്യമായി വന്നാലോ? അത് നല്ലൊരു ഐഡിയയാണ്. ശ്രുതിക്ക് വീടുണ്ടാക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാമല്ലോ. അതെ, നാളെ എനിക്ക് സ്കൂളിൽ പോകാതെ പറ്റില്ല, അല്ലെങ്കിൽ ഞാനും വന്നേനെ, സബിത പറഞ്ഞു. നാളെ ചെല്ലാനാണ് അയാൾ പറഞ്ഞത്. ശ്രുതിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമോ? അരുൺ വണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളും ഞാനും തമ്മിൽ വെറും പരിചയത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് സബിത ചേച്ചി സംശയിക്കുമോ? അതിന് അയാൾക്കറിയാമോ ശ്രുതി എവിടെയാണ് താമസിക്കുന്നതെന്ന്? ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സബിത ചേച്ചി അറിയാതെ അരുണിനെ കാണാൻ പോകുന്നത് ബുദ്ധിയല്ല. പിന്നീട് അത് കണ്ടുപിടിച്ചാൽ സബിത ചേച്ചി എന്തും സംശയിച്ചേക്കാം. പതിവ് പോലെ സബിതയും കൃഷ്ണനുണിയും സ്കൂളിലേക്കും ഓഫീസിലേക്കും പോയി. 11 മണിയായപ്പോഴേക്ക് ഇഷ പുറത്തു പോകാൻ വേഷം ധരിച്ച് തയ്യാറായി നിന്നു. അമ്മേ, ഞാൻ ടൗണിലേക്കൊന്ന് പോവാണ്, അവൾ ചെന്ന് സൗദാമിനിയമ്മയോട് പറഞ്ഞു. ഈ സമയത്ത് ഓട്ടോയിലൊന്നും കയറരുത് മോളെ, ഉണ്ണി വരട്ടെ, വല്ലതും മേടിക്കാനുണ്ടെങ്കിൽ വൈകുന്നേരം കാറും എടുത്തു പോകാം. അമ്മയുടെ കരുതലുണ്ടായിരുന്നു ആ വാക്കുകളിൽ. സുദീപിന്റെ ഭാര്യയല്ലാതിരുന്നിട്ട് കൂടി. ഓട്ടോയിലല്ലമ്മേ, എൻ്റെ ഒരു ഫ്രണ്ട് കാർ അയക്കും. എങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ശരീരത്തിന് ആയാസമുള്ള ഒന്നും ചെയ്യരുത്. ഇല്ലമ്മേ. അല്പനേരം കഴിഞ്ഞപ്പോൾ അരുൺ വിളിച്ചു. വണ്ടി വിട്ടിട്ടുണ്ട്, വെള്ള മാരുതി ഡിസയർ. ഞാൻ റെഡിയാണ്. ഡ്രൈവറുടെ പേര് ജോമോൻ. ഓക്കെ. വണ്ടിയുടെ നമ്പർ 1738. ഇഷ ചിരിച്ചുപോയി. യു ആർ ടേക്കിംഗ് ടു മച്ച് പ്രിക്കോഷൻസ്. ഇക്കാലത്ത് ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്, അയാൾ പറഞ്ഞു. അവൾക്ക് ഒരു കുസൃതി തോന്നി. അരുൺ തോമസിനെയും? അയാളും ചിരിച്ചു. അതുകൊണ്ടാണല്ലോ ഓഫീസിലേക്ക് വരാൻ ഞാൻ ക്ഷണിച്ചത്. അരുൺ വിശ്വസിക്കാവുന്ന ഒരു ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക്സ്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഗേറ്റിന് വെളിയിൽ വെള്ള നിറമുള്ളൊരു കാറ് വന്നു നിന്നു. അരുണ് വിട്ട വണ്ടിയാണതെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മേ, ഞാൻ പോയിട്ട് വരാം. സൗദാമിനി അമ്മയോട് യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. വന്നത് അരുൺ വിട്ട കാറായിരുന്നു. മാഡം, ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. ചെറുപ്പക്കാരനായ ഡ്രൈവർ പരിചയപ്പെടുത്തി. ജോമോനല്ലേ? അതെ. അയാൾ കാറിന്റെ ബാക്ക് ഡോർ തുറന്നുകൊടുത്തു. അവൾ ഉള്ളിൽ കയറി ഇരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. ടൗണിൽ അവൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയായിരുന്നു കാറ് പോയത്. മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു 4 നില കെട്ടിടത്തിന്റെ മുമ്പിൽ ചെന്ന് ഒടുവിൽ കാർ നിന്നു. മാഡം ഇറങ്ങിക്കോളൂ, റിസപ്ഷനിൽ പറഞ്ഞാൽ മതി അരുൺ സാറിനെ കാണാനെന്ന്. താങ്ക്സ് ജോമോൻ. അവൾ കാറിൽ നിന്നിറങ്ങി. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസാണെന്ന് അവൾക്ക് മനസ്സിലായി. ധാരാളം കാറുകൾ പാർക്കിംഗ് സ്ഥലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. സ്റ്റൈലിഷ് എന്ന് പറയാവുന്ന വിശാലമായ റിസപ്ഷൻ. സന്ദർശകർക്കായി കൂറ്റൻ സോഫകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഭിത്തിയിൽ അപൂർവമായ പെയിന്റിങ്സ്, അവിടെയായി പൂച്ചെടികൾ. റിസപ്ഷനിലുണ്ടായിരുന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവൾ ചെന്നു. ഇഷ എന്നാണോ ശ്രുതി എന്നാണോ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതെന്ന് അവൾക്കൊരു നിമിഷത്തെ ആശയക്കുഴപ്പമുണ്ടായി. പക്ഷെ പെട്ടെന്ന് അവൾ ഒരു പോംവഴി കണ്ടുപിടിച്ചു. മിസ്റ്റർ അരുൺ തോമസ് ഈസ് എക്സ്പെക്ടിംഗ് മീ. മിസ് ഇഷ? അവൾ പെട്ടെന്ന് ചോദിച്ചു. യെസ്, പ്ലീസ് വെയിറ്റ്, ഐ വിൽ കോൾ ഹിം. അവൾ ചെന്ന് സോഫയിലിരുന്നു. ഗ്ലാസ് മാത്രം ഉപയോഗിച്ചാണ് റിസപ്ഷന്റെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അകത്ത് പ്രസന്നമായ വെളിച്ചം, AC-യുടെ കുളിർമ. പെട്ടെന്നാണ് അവളിൽ ഒരു ചിന്ത ഉണ്ടായത്. ശ്രുതി എന്ന പേര് പറയേണ്ടതിനു പകരം എന്തിനാണ് താൻ ഇഷയാണെന്ന് റിസപ്ഷനിസ്റ്റിനെ അരുൺ അറിയിച്ചത്? അയാൾക്ക് പറ്റിയ ഒരബദ്ധമാണോ അത്? അതോ മനഃപൂർവ്വമുള്ള അശ്രദ്ധയോ? ഉള്ളിലെ വാതിൽ തുറന്ന് അരുൺ തോമസ് അവരുടെ അടുത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഇഷ. ഗുഡ് മോർണിംഗ്. യു നോ, ഐ എം ശ്രുതി. അല്പം ഒരു കുറ്റപ്പെടുത്തലിന്റെ മട്ടലിലാണ് അവൾ അയാളെ അക്കാര്യം ഓർമ്മപ്പെടുത്തിയത്. ഞാൻ മറന്നതല്ല, ഇവിടെ ഇഷയെ സ്വന്തം പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതിന് കാരണമുണ്ട്. ദാറ്റ് ഐ വിൽ ലെറ്റ് യു നോ ലേറ്റർ. കമോൺ, എന്റെ ഓഫീസിലേക്ക് പോകാം. എഴുന്നേറ്റ് അയാളുടെ പിന്നാലെ അവൾ ചെന്നു. ലിഫ്റ്റിന്റെ അടുത്തേക്കാണ് അയാൾ പോയത്. 3rd ഫ്ലോറിലാണ് എന്റെ ഓഫീസ്. അവിടെയാണ് ഡിസൈനിങ് നടക്കുന്നത്. പിന്നെ റിസർച്ചും. ഭാരതീയ വാസ്തുകലയുമായി ഇംഗ്ലീഷും ജർമ്മനും ഇറ്റാലിയനുമൊക്കെ ബന്ധിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. ലിഫ്റ്റ് കാത്തു നിൽക്കുമ്പോൾ അരുൺ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. ഇഷയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയമാണതെന്ന് തോന്നുന്നു. അന്നന്നത്തെ അലച്ചിലിനു ശേഷം സ്വസ്ഥമായി ഒന്ന് കണ്ണടയ്ക്കാനുള്ള ഒരിടമാണ് നമ്മുടെ സ്വന്തം വീട്.
എല്ലാവരുടെയും സ്വപ്നം. അത് നിർമ്മിച്ചു വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് സ്വാഗതം. അവൾ പുഞ്ചിരിച്ചു. എങ്കിലും ഇഷ എന്ന പേര് അയാൾ വെളിപ്പെടുത്തിയതിനിലെ ഈർഷ്യയുടെ നിഴൽ ആ പുഞ്ചിരിയിൽ വീണുകിടന്നിരുന്നു. ലിഫ്റ്റ് താഴെ വന്നു. മുകളിലേക്ക് പോകാൻ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരുൺ ഉപയോഗിച്ച ആഫ്റ്റർ ഷേവിന്റെ നേർത്ത സുഗന്ധം അയാൾ അടുത്തു ചെന്നപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു. മുകളിൽ ചെന്ന് അവർ ലിഫ്റ്റിൽ നിന്നിറങ്ങി. മുകൾ നിലയിലുള്ള ഭിത്തികളും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ഹാളിൽ നിരനിരയായി കമ്പ്യൂട്ടറിന്റെ മുൻപിലിരുന്ന് ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഗ്യാങ് ആണവർ. ഞാൻ മനസ്സിൽ കാണുമ്പോൾ അവർ മരത്തിൽ കാണും. ചെറിയൊരു ഐഡിയ ഇട്ടുകൊടുത്താൽ മതി, അവർ പൊലിപ്പിച്ചെടുത്തുകൊള്ളും. പുതിയ ഫ്ളാറ്റുകളുടെ ഇന്റീരിയറും വില്ലകളുടെ എക്സ്റ്റീരിയറും അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ സ്വപ്നം പോലെ വിരിയുകയാണ്, അയാൾ പറഞ്ഞു. അരുൺ അവളെ അയാളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. പ്ലീസ് സിറ്റ് ഡൗൺ. വലിയ മേശയുടെ എതിർവശത്തുണ്ടായിരുന്ന കസേരകളിലൊന്നിൽ അവൾ ഇരുന്നു. ഇഷ, ഞാൻ അമിത സ്വാതന്ത്ര്യം എടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇയാളെ ഞാൻ ഇഷയായി തന്നെ ഇവിടെ വരുത്തിയതിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? അവൾക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. വൈ കാൻറ്റ് യു ജോയിൻ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സ് ടീം? വാട്ട് യു മീൻ? അവൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്കിവിടെ ഒരു കസ്റ്റമർ റിലേഷൻസ് മാനേജറുടെ ഒഴിവുണ്ട്. ഐ പോസിറ്റീവ്ലി ബിലീവ് ദാറ്റ് യു ക്യാൻ ഫീൽ ദാറ്റ് പൊസിഷൻ. അരുൺ എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വെക്കുന്നത്? കസ്റ്റമർ റിലേഷൻസിനെ കുറിച്ച് ഒരു ചുക്കും എനിക്കറിയില്ല. അയാൾ പുഞ്ചിരിച്ചു. ആളുകളോട് സൗഹൃദത്തോടെ സംസാരിക്കാനുള്ള കഴിവ്, കുറച്ച് ക്ഷമ, ജോലി ചെയ്യാനുള്ള ഇഷ്ടം, ഇത്രയും ക്വാളിറ്റീസ് ഇഷയ്ക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അവൾ മിണ്ടിയില്ല. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും മനോഹരമായി സംസാരിക്കാൻ അറിയാമല്ലോ. അതൊരു അഡീഷണൽ റിക്വയർമെന്റ് ആണ്. അതും ഇഷ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ശരിയാണ്, പക്ഷേ ഇഷ, ഇതിന്റെ പിന്നിൽ ഒരു സെൽഫിഷ് മോട്ടിവേഷൻ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഇഷയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു ഓഫർ വെക്കുന്നത്. ഇഷയെപ്പോലൊരു പെണ്ണ് ഒന്നും ചെയ്യാനില്ലാതെ എത്ര ദിവസം ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയും? ബോറടി എന്താണെന്ന് ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിക്കാണുമല്ലോ. ഭീകരമായ ഒരു തടവറയിൽ ചെന്ന് പുറത്തേക്കുള്ള വാതിൽ കണ്ടെത്തിയതുപോലെയായിരുന്നു അരുണിന്റെ ഈ വാഗ്ദാനം. വിരസമായ വെറും ദിനങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് പലപ്പോഴും അവൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ജോലി കിട്ടുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചതേയില്ലായിരുന്നു. ഐ ആം റെഡി. പക്ഷേ എന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറായി അരുണിന്റെ സ്ഥാപനം എടുക്കുമെന്ന് എന്താണ് ഉറപ്പ്? അവൾ ചോദിച്ചു. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല. വരൂ, നമുക്ക് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജോൺ കുഴുവിലെ കാണാം. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു അബൌട്ട് യു. അരുൺ എഴുന്നേറ്റു. അവളും എഴുന്നേറ്റു. അരുൺ, ഐ ഫീൽ ടെൻസ്ഡ്. അവൾ സത്യം പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. ഹീസ് എ നൈസ് മാൻ. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു മിസ്റ്റർ ജോൺ കുരുവിളയുടെ ക്യാബിൻ. അരുൺ അവളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. ഫുൾ സൂട്ടിലായിരുന്നു അദ്ദേഹം. നൈസ് ടു മീറ്റ് യു. അദ്ദേഹം അവളുടെ കൈപിടിച്ച് കുലുക്കി. 5 മിനിറ്റോളം അവർ സംസാരിച്ചു. മുടി മുക്കാലും നരച്ച ഒരു 50-കാരനായിരുന്നു ജോൺ കുരുവിള സാമുവൽ. തമാശക്കാരൻ, ആരോടും സമഭാവത്തിൽ സംസാരിക്കുന്നവൻ. അരുൺ, ഐ ഫീൽ ഇഷ ഈസ് ദ റൈറ്റ് പേഴ്സൺ വി ആർ ലുക്കിംഗ് ഫോർ. യു മെറ്റ് മീ അലക്സ് ചെറിയാൻ. ഐ വിൽ സ്പീക്ക് ടു ഹിം. താങ്ക് യു സർ. വീണ്ടും കൈപിടിച്ച് കുളിക്കാണ് അവർ പിരിഞ്ഞത്. HR മാനേജറായിരുന്നു അലക്സ് ചെറിയാൻ. അധികം സംസാരിക്കാത്ത പ്രകൃതമുള്ള ഒരു മധ്യവയസ്കൻ. MD ഇപ്പോൾ വിളിച്ച് സംസാരിച്ചു. വി നീഡ് യുവർ CV ആൻഡ് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഫോർ അവർ ഓഫീസ് പർപ്പസ്. അയാൾ പറഞ്ഞു. മെയിൽ ചെയ്താൽ മതിയോ സാർ? ഇഷ ചോദിച്ചു. മതി. യു വിൽ ഗെറ്റ് ദി അപ്പോയിന്റ്മെന്റ് ഓർഡർ വിത്തിൻ 7 days. താങ്ക് യു സർ. അവളോടൊപ്പം അരുൺ റിസപ്ഷൻ വരെ ചെന്നു. എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്കറിയില്ല. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ആത്മാർത്ഥതയോടെ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. ചില നിമിത്തങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാദൃശ്ചികമായി സംഭവിക്കും. അതിലൊന്നു മാത്രമാണിത്. ഞാൻ വിളിക്കാം. ജോമോൻ വിൽ ഡ്രോപ്പ് യു. ജോമോൻ അവളെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. ലാപ്ടോപ്പ് എടുത്ത് CV തയ്യാറാക്കുമ്പോഴാണ് ഇപ്പോഴത്തെ മേൽവിലാസം എന്തു കൊടുക്കും എന്നവൾ ആലോചിച്ചത്. ശ്രീവത്സം എന്നല്ലേ വീട്ടുപേര്, അതുതന്നെ കൊടുക്കൂ, അയാൾ പറഞ്ഞു. പക്ഷേ പിന്നീട് എന്തെങ്കിലും പ്രോബ്ലം? അതേക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട. യു ഷുഡ് ഹാവ് എൻ അഡ്രസ്. ശ്രീവത്സം എന്ന മേൽവിലാസം തന്നെ അവൾ എഴുതി. അന്ന് തന്നെ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിലെ HR മാനേജർക്ക് മെയിൽ അയച്ചു. അന്ന് സബിത വന്നപ്പോൾ ജോലിക്കാര്യത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. നന്നായി, വീട്ടിലിരിക്കുന്ന ബോറടിക്കേണ്ടി വരത്തില്ലല്ലോ. സാലറിയൊക്കെ പറഞ്ഞോ? ഇല്ല, അത് കാര്യമാക്കേണ്ട. അത്തരമൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്നത് തന്നെ അഭിമാനമാ. അന്ന് വൈകുന്നേരം സൗദാമിനി അമ്മയും വിശ്വനാഥ പിള്ളയും തിരുനക്കര അമ്പലത്തിൽ തൊഴാൻ പോയി.
സബിത കുളിക്കാൻ കയറിയതുകൊണ്ട് ഇഷയാണ് പൂജാമുറിയിൽ നിലവിളക്കൊരുക്കി കത്തിച്ചത്. അവൾ തൊഴുതു നിൽക്കുമ്പോൾ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. വേറെ ആരും ഇല്ലെന്നറിയാവുന്നത് കൊണ്ട് അവൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ ഹലോ, ഇതാരാണ്? സുദീപായിരുന്നു ലൈനിൽ. ഇഷ റിസീവർ ചെവിയോട് ചേർത്ത് പിടിച്ച് ശബ്ദിക്കാനാവാതെ നിന്നു.